ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പുറത്തുവിട്ട ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ സംബന്ധിച്ച് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഒരുപാട് ഡൗട്ട്സ്. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ. അപ്പം മോസ്റ്റ്ലി എനിക്ക് മനസ്സിലായത് UK-ലേക്ക് വരാൻ ഇരിക്കുന്ന സ്റ്റുഡൻസിന് കുറച്ച് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ 18 മാസമാക്കി കുറയ്ക്കുന്നു എന്നുള്ള സാധനം ഞങ്ങൾക്ക് ബാധകമാണോ? ഞങ്ങൾ ഈ 15-ാം തീയതിക്ക് മുമ്പ് വന്ന അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത മാസം വന്നാൽ ഞങ്ങൾക്ക് ഇത് ബാധകമാണോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഞാൻ കണ്ടു. അപ്പം ഒന്നാമത്തെ കാര്യം, എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല, അതിനൊരു സോറി. ഞാൻ നിങ്ങളുടെ മെസ്സേജ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. കാര്യം ഞാൻ പറ്റുന്ന സമയത്തൊക്കെ ബ്രേക്കിനൊക്കെ ഇരുന്നിട്ട് കുറേ പേരുടെ മെസ്സേജ് ഒക്കെ വായിക്കാൻ നോക്കി, എന്താണ് നിങ്ങൾ കൺസേൺ ആയിട്ട് ചോദിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞാൽ അത് ചിലപ്പോൾ എനിക്ക് വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ അഡ്രസ്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ പേരുടെ മെസ്സേജ് ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ വായിച്ചത് പോലും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞു വന്നത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ UK-യിൽ ക്രമാതീതമായിട്ട് ഇമിഗ്രേഷൻ വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു കൺസേൺ ആയതുകൊണ്ടും കഴിഞ്ഞ ഇലക്ഷന്റെ റിസൾട്ടുകൾ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്ക് തൃപ്തികരമല്ലാത്തത് കൊണ്ടും അവർക്ക് ഭരണം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള നടപടികൾ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ നടപടികൾ എടുക്കണം എന്നതിന് ഒരു പ്രപ്പോസലാണ് ഗവൺമെന്റ് ഇപ്പൊ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പ്രപ്പോസലിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് യൂട്യൂബിലും ന്യൂസിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രപ്പോസൽസ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ, അതൊരു റൂളായിട്ട് നിലവിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് അവർ ഡിസ്കഷനിലെടുത്ത് പാർലമെന്റിൽ അവർ ഒരു തീരുമാനമായതിനു ശേഷമാണ് അത് നിയമമാവുള്ളൂ. അങ്ങനെ ആ നിയമം നിലവിൽ വരുമ്പോഴാണ് എന്ന് തൊട്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതൊക്കെ ബാധകമാണ് എന്നുള്ളതുമൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒന്നും പ്രിഡിക്റ്റ് ചെയ്യേണ്ട. ഓൾറെഡി ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഫീസ് അടച്ചു വന്ന് ഇത്രയും നാൾ ഇവിടെ സ്റ്റേ ചെയ്ത് ഇപ്പോഴും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഡിപ്പെൻഡൻസുമായിട്ട് വന്ന ആൾക്കാരൊക്കെ PSWന് ഒരാൾക്കൊരു അറൌണ്ട് 3 lakh ഇന്ത്യൻ റുപ്പീസ് ആണ് അടച്ചേക്കുന്നത്. അവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നെ പോലെ ഓൾറെഡി PSWയിലുള്ള ആൾക്കാർ, ഇനിയിപ്പോൾ ഓൾറെഡി PSWയിലുള്ള ആൾക്കാർക്ക് ഈ PSWനെ സംബന്ധിച്ചിട്ടുള്ള നിയമം ബാധകം അല്ലെങ്കിൽ പോലും ബാക്കി വരുന്ന ഇവർ പറയുന്ന പ്രപ്പോസൽസിനകത്ത് വരുന്ന കാര്യങ്ങൾ എല്ലാം അവർക്ക് തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രപ്പോസൽസ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിയമങ്ങളായിട്ട് വരും. ഇതൊക്കെ നിയമമായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്തൊക്കെ നിയമമാവും, എന്തൊക്കെ അവർ നിയമമാക്കില്ല എന്നൊന്നും നമുക്ക് പറയില്ല. സോ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. എൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളതാണ്. കാര്യം നമ്മൾ ഇത്രയും നാൾ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയത്. കാര്യം നമ്മൾ ഈ ഒരു കഴിഞ്ഞ 1.5-2 വർഷത്തിന്റെ ഇടയ്ക്ക് എത്രയോ നിയമമാറ്റങ്ങൾ ഇപ്പൊ UK-യിൽ നടന്നു. അതിൽ പ്രാക്ടിക്കലി നിയമം ആയ സാധനങ്ങളെല്ലാം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു. ബട്ട് ഐ സർവൈവ്. നമ്മൾ ഓരോ ദിവസവും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ നമ്മളോട് ജോലിയൊന്നും ആയില്ലേ, ജോലിയൊന്നും ആയില്ലേ, അല്ലെങ്കിൽ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലിയൊന്നും ഇതുവരെ കിട്ടിയില്ലേ, അതും അല്ലെന്നുണ്ടെങ്കിൽ അയ്യോ ഇത്രയും നാളായിട്ട് ഇത്രേ ഉള്ളോ സാലറി, നാട്ടിൽ തന്നെ ജോലിയൊന്നും കിട്ടാഞ്ഞിട്ടാണല്ലോ ബാംഗ്ലൂരൊക്കെ പോയി ജോലി എടുക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേട്ട് 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 മടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് കയറി ഇങ്ങോട്ട് പോരുന്നത്. പിന്നെ അതിന്റെ പുറകിൽ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് പഠിക്കണം എന്ന് മനസ്സിലൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു UK യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു മാസ്റ്റേഴ്സ് വേണം എന്നുള്ള ഒരു തോട്ട് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളൊന്നും കുഴിച്ചുമൂടി മനസ്സിൽ വെക്കാനുള്ളതോ അല്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോകാനുള്ളതോ അല്ല. നമുക്ക് തോന്നിയ, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക, അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ UK-യിൽ വന്നത് മാസ്റ്റേഴ്സ് പഠിക്കാനാണ്. 2 വർഷത്തെ MSc പ്രൊജക്ട് മാനേജ്മെന്റ് വിത്ത് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ലൈഫിലൊരു അസറ്റാണത്. ഞാൻ മുടക്കിയ കാശ് എനിക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. പക്ഷെ എന്നെ ബോധർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, UK എന്ന് പറയുന്ന ഈ രാജ്യത്ത് പഠിക്കാൻ വന്ന സമയം തൊട്ട്, അതായത് ഇൻക്ലൂഡിങ് ദ ട്യൂഷൻ ഫീസ് ഐ പെയ്ഡ്, ഈ കഴിഞ്ഞ 3 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഈ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാശും ഈ രാജ്യം എന്നിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കടവും, അതായത് ഇവിടെ വന്ന ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് കടങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ എൻ്റെ ബാധ്യതകളാണ്. ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വേണ്ടി സ്റ്റുഡൻറ് പീരീഡിൽ 20 അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തുടങ്ങിയുള്ള സ്ട്രഗിൾ, PSWയിൽ നമ്മളൊരു ഫുൾ ടൈം ആയിട്ട് പോലും നമുക്ക് പഠിച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ജോലി കിട്ടാതെ വരുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ട്രഗിൾ, ആ പീരീഡിലാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിലൊക്കെ നമുക്ക് ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും
നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു മീൻസ് ഉണ്ടാവണം എന്നില്ല. നാട്ടിൽ നിന്ന് ഒരുപാട് കാശുള്ള വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊന്നും അല്ല ഇവിടെയുള്ള എല്ലാവരും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നാട്ടിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കാശ് പറഞ്ഞു തരാനായിട്ട് അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരൊന്നും അല്ല എല്ലാവരും. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കുറേ പേരൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ പറയുന്ന പ്രപ്പോസൽസ് ഒക്കെ ശരിക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എന്തൊക്കെ നിയമം ആവും എന്നറിയില്ല. ഈ പ്രപ്പോസൽസ് എല്ലാം തന്നെ നമ്മളെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് നമുക്ക് ഓൾറെഡി മനസ്സിലുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ നിയമം ആയാലും എന്തൊക്കെ നിയമം ആയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നിയമം ആവും എന്നറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി നമുക്ക് ഓൺ ഓൺ ദ വേ ആണ്. കുറച്ച് പണിയൊക്കെ വരുന്നുണ്ട്. സോ നമ്മൾ റെഡി ആവുകയാണ്. വി ആർ പ്രിപ്പയറിങ് ടു ഫേസ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഓൺ ദ വേ. ബിക്കോസ് നമുക്ക് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് നമുക്ക് ഇവിടെ വെറുതെ കളഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റത്തില്ല. കാര്യം ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഇവിടെ നടന്നിട്ടുള്ളൂ. നമുക്ക് റിട്ടേൺസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ ജസ്റ്റ് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ വന്നത്. ശരാശരി മലയാളി നാട്ടിൽ നിന്ന് മറ്റൊരു വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഒരു 5-10 വർഷം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കാശ് കുറച്ച് അക്കൗണ്ടിലാക്കിയിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് അന്തസ്സായിട്ട് ജീവിക്കണം. ആരുടെ അടുത്ത് പോയി കാശ് കടം ചോദിക്കേണ്ട ഒരവസ്ഥ വരാതെ, ബാങ്കുകാർ വീട് ജപ്തി ചെയ്യാൻ വന്ന് നിൽക്കാതെ, ആരോടും നാട്ടുകാരോട് ഒരു മറുപടിയും പറയേണ്ടി വരാതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി നല്ല അന്തസ്സായിട്ട് അങ്ങ് ജീവിക്കാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് UK-യിലൊക്കെ എന്നല്ല, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോകുന്ന ഒരു ശരാശരി മലയാളിയുടെയും മനസ്സിലുണ്ടാവുന്ന ഏക ലക്ഷ്യം അതാണ്. ആരെയും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ കാര്യം നോക്കി ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റംസ് ഒക്കെ ആയിട്ട് നമ്മൾ അഡാപ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്നാ പിന്നെ ഇവിടെ അങ്ങ് ജീവിച്ചാൽ എന്താ കുഴപ്പം, എന്തിനാ ഇപ്പൊ തിരിച്ച് നാട്ടിൽ പോകുന്നത് എന്ന് തോന്നും. അത് സ്വാഭാവികമാണ്. നമ്മൾ ഒരിടത്ത് താമസിച്ചു കഴിയുമ്പം അവിടുത്തെ സൗകര്യങ്ങൾ നമുക്ക് ആപ്റ്റ് ആവുന്നതാണെങ്കിൽ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഓക്കെ ആവുന്നതാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത സാഹചര്യമാണ്, നമ്മൾ ആഗ്രഹിച്ചൊരു സാഹചര്യമാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ പേർക്ക് തിരിച്ച് നാട്ടിൽ പോകണം എന്നുണ്ട്, കുറെ പേർക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെന്റാലിറ്റി ഓഫ് ദ പേഴ്സൺ ആക്ച്വലി. ആരും നമ്മുടെ അടുത്തേക്ക് ഒന്നിനും വരുന്നില്ല ഇവിടെ. നമുക്ക് ആകെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഉള്ള ഒരു ചെറിയ കൺസേൺ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ രാജ്യത്ത് ഫേസ് ചെയ്യേണ്ടി വന്നേക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അതൊഴിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ഓക്കെയാണ്. ഞാൻ ആരുടെയും കാര്യം അന്വേഷിക്കാൻ പോകുന്നില്ല, ആരും എൻ്റെ കാര്യം അന്വേഷിക്കാനും വരുന്നില്ല. അങ്ങനെ ആരെങ്കിലും അന്വേഷിക്കാൻ വന്നാൽ ഞാനൊട്ട് വിടാനും പോകുന്നില്ല. എന്നല്ലാതെ എനിക്ക് ഇവിടെ താമസിക്കുന്നത് കൊണ്ടോ ഇവിടെ ജീവിക്കുന്നത് കൊണ്ടോ എൻ്റെ മക്കള്, എനിക്കിപ്പോൾ നാളെ പിള്ളേരുണ്ടായ അവരിവിടെ ജീവിക്കുന്നത് കൊണ്ടോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ അതേസമയം എനിക്ക് കൺസേൺസ് ഉണ്ട്. പേരൻസിന് പ്രായമായി വരുവാണ്, അവർ നാട്ടിൽ ഒറ്റയ്ക്കാണ്, അവരുടെ കൂടെ കുറച്ചാൾ സ്പെൻഡ് ചെയ്യണം, കയ്യിൽ പൈസ വേണം. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ചെന്ന് അവരോട് ചോദിക്കാൻ നിൽക്കാണ്ട്, അവർ ഇത്ര നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മളെയൊക്കെ പറ്റുന്ന രീതിയിലാക്കി നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് നമ്മളെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും നമ്മുടെ കൂടെ നിന്നിട്ട് അവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അവരുടെ കൂടെ ഉണ്ടാവാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു സാധനം. എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഗിൽട്ടിൽ ജീവിക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ, ആ ഒരു സാധനം അത്രേ ഉള്ളൂ. അപ്പോൾ ഡബിൾ മൈൻഡഡ് ആണ് നാട്ടിൽ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ UK-യിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട് പഠിച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി, അതായത് ഞാൻ പഠിച്ചതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള ഒരു ജോലി കിട്ടിയാൽ, അത് വെറുതെ ജോലി കിട്ടിയാൽ പോരാ, സ്പോൺസർഷിപ്പ് ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു ജോലി കിട്ടിയാലേ കാര്യമുള്ളൂ. ബിക്കോസ് ജോലി നമുക്ക് എവിടെയും കിട്ടും നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ. പക്ഷെ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലാണ് നമ്മൾ അവർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഇപ്പോഴത്തെ കണ്ടീഷനിൽ 5 വർഷം, ഇനിയിപ്പോൾ PR 10 വർഷമൊക്കെ ആണെങ്കിൽ 10 വർഷം. ആ 10 വർഷവും നമുക്ക് ആരെങ്കിലും വിസ തന്ന് നമ്മളെ സ്പോൺസർ ചെയ്ത് ഇവിടെ നിർത്തിയാലാണ് ഒരു വിസയുടെ ആവശ്യമില്ലാണ്ട് നമുക്കിവിടെ ILR എടുത്ത്, ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അല്ലെങ്കിൽ PR എടുത്ത് നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ UK-യിൽ സ്റ്റേ ചെയ്യും. 10 വർഷം കഴിയുമ്പോൾ PR കിട്ടുമല്ലോ എന്ന് കരുതി 10 വർഷം നിൽക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ UK-യിൽ സ്റ്റേ ചെയ്യും. ബിക്കോസ് എൻ്റെ കടം അത്രയും വലുതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം UK-യിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, UK-യിൽ വന്നതിന് ശേഷം എൻ്റെ തലയിലേക്ക് UK ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ലയബിലിറ്റീസ്, ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ട് എൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ തിരിച്ചു പോകാനായിട്ട് പറ്റില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊരു ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
എന്ത് സ്ട്രെസ്സിനെക്കാട്ടും ഹെൽത്ത് ഇഷ്യൂസ്, ഫിനാൻഷ്യൽ സ്ട്രെസ് ആയിക്കോട്ടെ, ജോബ് സ്ട്രെസ് ആയിക്കോട്ടെ, ഫാമിലി എന്നുള്ള സ്ട്രെസ് ആയിക്കോട്ടെ, എന്തും മാനേജ് ചെയ്യാൻ പറ്റും. നാക്കുണ്ടല്ലോ നമുക്ക്, എന്തും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം, നമ്മുടെ വെൽബീങ് എന്ന് പറയുന്ന സാധനം പണയം വെച്ചിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങരുത്. എൻ്റെ ഈ ചെറിയ ജീവിത കാലഘട്ടത്തിൽ ഇത് ഞാൻ പഠിച്ച ഒരു വലിയ പാഠമാണ്. നമ്മുടെ ഹെൽത്ത് വിട്ട് ഒരു കളിക്ക് നമ്മൾ നിൽക്കരുത്. നമുക്ക് മെന്റലി സ്ട്രെസ് തരുന്ന, നമ്മളെ മെന്റലി ഒരു ട്രോമയിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മെന്റൽ വെൽബീയിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരിടത്ത് നമ്മൾ പണിക്ക് പോകരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. നമുക്ക് ഒരു ദിവസം നമ്മളൊരു ജോലിക്ക് പോയി, ആ ജോലി സ്ഥലത്ത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ മനസ്സിന് ഒട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരുടെ അരഗൻസ് സഹിച്ച് അവിടെ നിന്ന് നമ്മൾ അത്രയും സ്ട്രെസ് എടുത്ത് പണിയെടുത്ത് നമുക്ക് മാസാവസാനം കാശ് കിട്ടുമായിരിക്കും. പക്ഷെ ഡെയിലി നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് തലയ്ക്കകത്ത് ഇത്രയെങ്കിലും മനസ്സമാധാനം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് നമ്മൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വിചാരിച്ച് അത് സാരില്ല പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ലീഡ് യു ടു എ ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ദ ഫ്യൂച്ചർ. സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനം അങ്ങ് കയറും. കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് നമുക്ക് വേറെ പല അസുഖങ്ങളും വരും. നമ്മൾ വിചാരിക്കും സ്ട്രെസ് അല്ലേ, കുഴപ്പമില്ല, ഒരു 5 വർഷം സ്ട്രെസ് എടുത്താൽ PR കിട്ടുമെങ്കിൽ ഞാൻ 5 വർഷം എടുക്കാൻ റെഡിയാണ്. 5 വർഷം കെയർ വിസ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് PR ഒരു പാത്വേ ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കെയർ വിസ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഇഷ്ടമില്ലാതെയാണ് കെയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ കെയർ ചെയ്യുന്ന ആൾക്കാരോട്. ബിക്കോസ് നിങ്ങൾ ഇഷ്ടമില്ലാതെ കെയർ വിസയിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊന്നും എംപത്തറ്റിക് അല്ല, നിങ്ങൾ ആരുടെയോ ഫോർ സേക്ക് നിങ്ങൾ ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുന്നതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എത്തിക്കലല്ല. ബിക്കോസ് നിങ്ങൾ ഇഷ്ടമില്ലാതെ ആർക്കാണ്ടോ വേണ്ടി ഓർഗാനിക്കുന്ന പോലെ നിങ്ങളൊരു കാര്യം ചെയ്തു വെച്ചിട്ട് നിങ്ങൾ രാത്രി വീട്ടിൽ പോകുന്നു, മാസാവസാനം നിങ്ങൾക്ക് സാലറി കിട്ടുന്നു, നിങ്ങൾ ആ സാലറി വെച്ച് ജീവിക്കുന്നു, 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് PR കിട്ടുന്നു. കംപ്ലീറ്റ്ലി ഫൈൻ, ഓക്കെ, പ്ലാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ 5 വർഷത്തെ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, ആ 5 വർഷത്തെ നിങ്ങളുടെ എത്തിക്സ്, ആ 5 വർഷം നിങ്ങൾ ആ കെയർ ചെയ്യുന്ന എൽഡർലി ആയിട്ടുള്ള ആ ആൾക്കാരോട് നിങ്ങൾ കാണിക്കുന്ന പ്രാക്ടിക്കലി തിങ്ക് ചെയ്യൂ. താൻ ഈ പറയുന്നതൊക്കെ ഇമോഷണൽ ആണ്, പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കലി ജീവിക്കണമെങ്കിൽ കാശ് തന്നെ വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന രീതി അതായിരിക്കാം, പക്ഷെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്കിതിൽ കൂടുതൽ പ്രാക്ടിക്കൽ ആവാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെൻ്റൽ വെൽബീങ്, എൻ്റെ ഹെൽത്ത് ആണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. പറഞ്ഞു വന്നത് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ട്രഗിൾസിലൂടെ തന്നെയാണ്. സോ ലെറ്റ്സ് വെയിറ്റ്, എന്താണ് അവരുടെ ഡിസ്കഷന് ശേഷമുള്ള ഒഫീഷ്യൽ തീരുമാനങ്ങളെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നിന്ന് നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റ.